സ്പോർട്സ് ബ്ര എപ്പോ എങ്ങനെ യൂസ് ചെയ്യണം? അതിപ്പോൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വാക്കിംഗ്, സ്കിപ്പിംഗ് അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് ബ്രായാണ്, സ്പോർട്സ് ബ്രായാണ് യൂസ് ചെയ്യേണ്ടത്? ഹായ്, ഫിലോറസ് ലോഞ്ചറുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് സ്പോർട്സ് ബ്ര എപ്പോ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. സ്പോർട്സ് ബ്ര എന്ന് പറയുന്നത് 3 ടൈപ്പിലാണ് കേട്ടോ വരുന്നത്. ലോ ഇമ്പാക്ട്, മീഡിയം ഇമ്പാക്ട്, ഹൈ ഇമ്പാക്ട്. അപ്പോൾ ഇതിനെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ ചെയ്യുന്ന ആക്ടിവിറ്റീസിന്റെ ഇമ്പാക്ട് അനുസരിച്ചാണ്. അതായത് ഇപ്പം യോഗ, വാക്കിംഗ്, സ്ട്രെച്ചിങ് ഇതുപോലുള്ള ലോ ഇമ്പാക്ട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ ബെസ്റ്റ് ബൗൺസിങ്ങും അതുപോലെ തന്നെ ബെസ്റ്റിലേക്ക് കിട്ടുന്ന ഇമ്പാക്റ്റും വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ലോ ഇമ്പാക്ട് സ്പോർട്സ് ബ്ര മതിയാവും. ഇനിയിപ്പോൾ ഡാൻസിങ്, പവർ സൈക്ലിംഗ്, ബ്രിസ്ക് വാക്കിംഗ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബ്രസ്റ്റിലേക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്ട് കുറച്ചും കൂടി കൂടുതലായിരിക്കും ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇതുപോലെയുള്ള മീഡിയം ഇമ്പാക്ട് സ്പോർട്സ് ബ്രാസ് ആണ്. മൂന്നാമത്തെ ടൈപ്പ് ആയിട്ടുള്ള ഹൈ ഇമ്പാക്ട് സ്പോർട്സ് ബ്രായാണിത്. ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇന്റൻസിറ്റി കൂടുതലുള്ള ആക്ടിവിറ്റീസ്, റണ്ണിങ്, സ്കിപ്പിംഗ്, സൂംബ അല്ലെങ്കിൽ നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ നമ്മൾ ബോഡി മൂവ്മെന്റ്സ് കൂടുതലായിരിക്കും. അപ്പോൾ ബെസ്റ്റ് ബൗൺസ് ചെയ്യാനുള്ള ചാൻസസും അവിടെ കൂടുതലാണ്. അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ബ്രായാണ് ഹൈ ഇമ്പാക്ട് സ്പോർട്സ് ബ്ര. ഇനി എന്തുകൊണ്ട് ഹൈ ഇമ്പാക്ട് സ്പോർട്സ് ബ്ര തന്നെ യൂസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ലൈറ്റ്ലി പാഡഡ് ആയിട്ടുള്ള സ്പെഷ്യൽ കപ്പ് കൺസ്ട്രക്ഷനും ഒരു മിനിമൈസർ എഫക്റ്റും ഉള്ളതുകൊണ്ട് ബെസ്റ്റിന് ബൗൺസിങ് നല്ലപോലെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് ഒരു കറക്റ്റ് ഷേപ്പിലേക്ക് അതിനെ ഹോൾഡ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. ഇതിന്റെ 2 സൈഡിലും ബ്രോഡ് ആയിട്ടുള്ള സ്ട്രാപ്പ് ആയതുകൊണ്ട് തന്നെ ബെസ്റ്റിന്റെ ആ വെയിറ്റ് ഒന്ന് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫിറ്റിംഗ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഫാബ്രിക് നോൺ സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഷേപ്പ് ആണെങ്കിലും ഒട്ടും നഷ്ടപ്പെടുകയില്ല. കൂടാതെ ഇതിന് ഫ്രണ്ട് സിപ്പർ ഓപ്പൺ ആയിട്ട് ഉള്ളിലൊരു എക്സ്ട്രാ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു ഹുക്കും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഷോൾഡറിന്റെ 2 ഭാഗത്തും അണ്ടർ ബസ്റ്റിന്റെ ഈ ഒരു ഭാഗത്തായിട്ടും ബസ്റ്റിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ ഡയറക്റ്റ് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്